ബദർ യുദ്ധം ഒരു ചരിത്ര സംഭവമെന്നതിലുപരി ഇന്നത്തെ കാലത്ത് അതിനെന്ത് പ്രസക്തിയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പഴയ യുദ്ധത്തെ ഇന്നത്തെ കണ്ണിലൂടെ എങ്ങനെ നോക്കിക്കാണാം? അതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമായിരുന്നില്ല, അതിലും വലുതായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വന്തം നിലനിൽപ്പിനും സ്വത്വം കാത്തുസൂക്ഷിക്കാനുമുള്ള ഒരു പോരാട്ടമായിരുന്നു. തട്ടിയെടുക്കപ്പെട്ട സ്വത്തും നഷ്ടപ്പെട്ട അഭിമാനവും തിരിച്ചുപിടിക്കുക, അതായിരുന്നു ഈ പോരാട്ടത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആയുധബലത്തിലും ആൾബലത്തിലും അവർ ഒരുപാട് പിന്നിലായിരുന്നില്ലേ? അതെ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനെ ഒരു പ്രത്യേക പേരിട്ടാവും വിളിക്കുക. അതാണ് അസിമെട്രിക് വാർഫെയർ. അതായത് ചെറിയൊരു സൈന്യം വലിയ ശക്തിയെ നേരിടുന്നത് ആയുധം കൊണ്ടല്ല, തന്ത്രങ്ങൾ കൊണ്ടാണ്. അവരുടെ യഥാർത്ഥ ശക്തി ആയുധങ്ങളായിരുന്നില്ല, പകരം വ്യക്തമായ ലക്ഷ്യബോധവും അച്ചടക്കവും ഉറച്ച വിശ്വാസവുമായിരുന്നു. വെറും യുദ്ധതന്ത്രം മാത്രമല്ല, അതിബുദ്ധിപരമായ ഒരു സാമ്പത്തിക തന്ത്രവും അവർക്കുണ്ടായിരുന്നു. അന്നവർ ശത്രുവിന്റെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചു. ഇന്നത്തെ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങൾക്ക് തുല്യമാണത്. തന്ത്രങ്ങൾ മാത്രമല്ല, നേതൃത്വത്തിന്റെ രീതിയും ഇവിടെ വളരെ വ്യത്യസ്തമായിരുന്നു. നേതാവ് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തില്ല, പകരം എല്ലാവരുമായും ആലോചിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞു. ഇത് ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടാക്കി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് ഇന്നും പ്രസക്തമായ പാഠം എന്താണ്? തോൽവി ഉറപ്പാണെന്ന് തോന്നുമ്പോഴും സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളുക, അതാണിതിന്റെ കാതൽ. അപ്പോ ഇന്നത്തെ ലോകത്തെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിന് നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വരും?